കൊല്ലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊല്ലം നിയമസഭാംഗം കൂടിയായിട്ടുള്ള ശ്രീ എം മുകേഷ്, അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചയാളാണ്. അന്ന് CPM നടത്തിയ പ്രചരണം നിങ്ങളെല്ലാം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കാണുന്നു. ചാനൽ ചർച്ചകളിലൊക്കെ പറഞ്ഞത് CPMൻ്റെ മുഖമാണ്, ജനാധിപത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മുഖമാണ് ശ്രീ എം മുകേഷ്. ആ എം മുകേഷിനെ സ്ഥാനാർത്ഥിയായി, ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചു. ഒരു കാര്യം നമ്മൾ ആലോചിക്കണ്ടേ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിൻ്റെയും CPMൻ്റെയും കൈവശം ഇരിക്കുമ്പോഴല്ലേ 2 പ്രാവശ്യം നിയമസഭാംഗമായിട്ടുള്ള ശ്രീ എം മുകേഷിനെ ഈ കൊല്ലം ജില്ലയിൽ മത്സരിക്കാൻ മറ്റാരുമില്ല എന്ന തരത്തിൽ ശ്രീ എം മുകേഷിനെ വീണ്ടും ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൈവശമുള്ള ഗവൺമെൻറ്റും പാർട്ടിയുമല്ലേ? ആരാ ഇതിലെ പ്രധാനപ്പെട്ട ഉത്തരവാദി? എന്ത് മറുപടിയാണ് CPMന് കൊല്ലത്തെ ജനങ്ങളോട്, കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത്? ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം ഇനിയും പൂർണ്ണതോതിൽ പുറത്തു വന്നിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരുണ്ടോ എന്നും എനിക്കറിയില്ല. പക്ഷേ പുറത്തു വരുന്ന വാർത്തകൾ എന്താ? എന്ത് യുക്തിയായിരുന്നു അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി നിർത്താൻ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതിന് എന്ത് വിശദീകരണമാണ് ഇപ്പോൾ തരാനുള്ളത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങളുടെ കൈവശമുണ്ടല്ലോ. സിനിമാ ലോകത്തുള്ള അനഭലഷണീയമായിട്ടുള്ള പ്രവണതകളെ സംബന്ധിച്ചും പവർ ഗ്രൂപ്പിനെ സംബന്ധിച്ചും സെക്സ്വൽ അബ്യൂസിനെ സംബന്ധിച്ചും നിരവധിയായിട്ടുള്ള കംപ്ലയിൻസ് അടങ്ങിയ ഒരു റിപ്പോർട്ട് കൈവശം ഇരിക്കുമ്പോൾ തന്നെ ഒരു ഫിലിം സെലിബ്രിറ്റിയെ കൊല്ലത്ത് സ്ഥാനാർത്ഥിയാക്കി നിശ്ചയിച്ച് നിയോഗിച്ച് വലിയ തോതിൽ ക്യാമ്പയിൻ നടത്തിയ നിങ്ങൾ CPM വിശദീകരിക്കണ്ടേ ജനങ്ങളോട് എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ളത്? ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾക്ക് വിധേയമായി ഗുരുതരമായിട്ടുള്ള ലൈംഗിക അതിക്രമ കേസിൽപ്പെട്ടിരുന്ന അദ്ദേഹത്തിനെതിരായി പോലീസ് കേസെടുത്തിരിക്കുന്നു. കോഗ്നൈസബിൾ ഒഫൻസാണ് എടുത്തിട്ടുള്ളത്. ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്ത് കോഗ്നൈസബിൾ ഒഫൻസ് എടുത്തിരിക്കുന്നു ശ്രീ എം മുകേഷ് MLA-ക്കെതിരായി. ഞാൻ ഒറ്റ വാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സാഹചര്യത്തിൽ ശ്രീ എം മുകേഷ് കേരള നിയമസഭാംഗമായി തുടരുന്നത് രാഷ്ട്രീയമായ മര്യാദയ്ക്ക്, രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല. ശ്രീ എം മുകേഷ് നിയമസഭാംഗമായി തുടരുന്നത് പൊളിറ്റിക്കൽ മൊറാലിറ്റി, രാഷ്ട്രീയ ധാർമ്മികത കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളതും ഉന്നയിച്ചിട്ടുള്ളതും CPM-ആണ്. അപ്പം ഈ കാര്യത്തിൽ CPM-ൻ്റെ വിശദീകരണമാണ് നിരന്തരം രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ മറ്റുള്ളവരുടെ മുഴുവൻ രാജി ആവശ്യപ്പെടുകയും പ്രക്ഷോഭം നടത്തുകയും അതിശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും 2 ദിവസം സെക്രട്ടേറിയറ്റ് മന്ദിരം പോലും പൂർണ്ണമായി ഭരണസ്തംഭനം ഉണ്ടാക്കിക്കൊണ്ടുള്ള പ്രത്യക്ഷമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സംസ്ഥാനത്തെ CPM നേതൃത്വം എന്താണ് പൊളിറ്റിക്കൽ മൊറാലിറ്റി, നിങ്ങൾ പറയുന്ന രാഷ്ട്രീയ ധാർമ്മികതയുടെ ഘടകങ്ങൾ എന്താണ് എന്ന് ജനങ്ങളോട് പറയണം. ശ്രീ എം മുകേഷിന് ഈ രാഷ്ട്രീയ ധാർമ്മികത ബാധകമല്ലേ? CPM-ആണ് പറയേണ്ടത്. മുകേഷിൻ്റെ മറുപടിയല്ല ഞങ്ങൾക്ക് ആവശ്യം. മാത്രവുമല്ല, അതിനേക്കാൾ ഗൗരവതരമായിട്ടുള്ള വിഷയം, ഇത്രയും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷവും അദ്ദേഹം ഉപയോഗിക്കുന്ന സിമ്പൽ പാർട്ടി ഫ്ലാഗാണ്. പാർട്ടിയുടെ മുഖത്തെ, പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രചരണങ്ങളെന്നാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത്. അപ്പം ഇവിടെയൊക്കെ തകർന്നു വീഴുന്നത് എം മുകേഷിൻ്റെ മുഖമല്ല, CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മുഖം വികൃതമാകുന്നു. ഇത്തരത്തിലുള്ളവരെയാണ് സത്യത്തിൽ അവർ ഇപ്പോൾ, നിങ്ങൾ ഓരോരുത്തരെയും പരിശോധിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, മലബാർ മേഖലയിലൊക്കെ സ്ഥാനാർത്ഥികളായി രംഗപ്രവേശം ചെയ്യുന്നവരൊക്കെ സാമ്പത്തിക സ്വാധീനം, അതുപോലെ മറ്റു പലതരത്തിലുള്ള സ്വാധീനമുള്ളവർ സ്ഥാനാർത്ഥികളായി രംഗപ്രവേശം ചെയ്യുന്നതിൻ്റെയൊക്കെ പിന്നിലെ പശ്ചാത്തലം ഇതാണ്. എങ്ങനെ നിയമം പരിപാലിക്കപ്പെടും? ഇത്രയും സമ്പന്നരും സെലിബ്രിറ്റീസുമായി സ്വാധീനമുള്ളവരെ, അവരെ നിയന്ത്രിക്കാൻ, നയിക്കാൻ ആർക്ക് നടപടികൾ സ്വീകരിക്കാൻ കഴിയും? മാത്രവുമല്ല, അദ്ദേഹം ഇപ്പം നിയമസഭാംഗമായി തുടരുന്നു.
ഞാൻ ചോദിക്കുന്നു, നിയമസഭാംഗമായി തുടരുമ്പോൾ കൊല്ലത്തെ പാർട്ടി, അവരുടെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി ആക്ഷേപങ്ങളുണ്ടായി എന്ന് പത്രവാർത്തകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. ലോക്സഭാംഗമായി മത്സരിച്ചപ്പോൾ തന്നെ കൊല്ലം നിയോജക മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിനാണ്, 23,000-ലധികം വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് അദ്ദേഹം പുറകിൽ പോയത്. അവിടെയൊന്നും ഞങ്ങൾ രാഷ്ട്രീയ ധാർമ്മികത ആവശ്യപ്പെടുന്നില്ല, പക്ഷേ ഇവിടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ച ചോദ്യം, പലരും ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ വിൻസെൻറ്റിൻ്റെ കാര്യത്തിൽ, അതുപോലെ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ സമാന സ്വഭാവത്തിലുള്ള നിരവധി കേസുകളെ സംബന്ധിച്ച് പറയാറുണ്ട്.